ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരത്തിന് വ്യാഴാഴ്ച ചെന്നൈയിൽ തുടക്കമാവുകയാണ്. സീനിയർ താരങ്ങളെല്ലാം ഇന്ത്യൻ നിരയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നത് തന്നെ പരമ്പരയെ ഇന്ത്യ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ്. സീരീസിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ നായകൻ രോഹിത് ശർമ്മയും ഇക്കാര്യം അടിവരയിടുകയും ചെയ്തു. മാത്രമല്ല, നിലവിൽ ശക്തരായ ബംഗ്ലാദേശിനെ വീഴ്ത്താൻ ടീം ഇന്ത്യയുടെ പ്രകടനം അത്രമാത്രം മികച്ചതാകണം. അതേസമയം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിലെ ഓരോ താരങ്ങളെക്കുറിച്ചും രോഹിത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോഴിതാ ഏറെ നാളായി പരിക്കും മറ്റും അലട്ടുന്ന KL രാഹുലിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് രോഹിത്. പരമ്പര രാഹുലിനെ സംബന്ധിച്ചും നിർണായകമാണെന്ന് പറയാതെ പറയുകയായിരുന്നു രോഹിത് ശർമ്മ. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി KL രാഹുലിനെ പരിക്ക് കാര്യമായി അലട്ടിയിരുന്നു. 2024 IPL-നിടെ ഹാംസ്ട്രിംഗ് പ്രശ്നങ്ങൾ നേരിട്ട താരത്തിന് ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നഷ്ടമായിരുന്നു. പിന്നീട് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരായ സെഞ്ചുറിയോടെ രാഹുൽ ഗംഭീര തിരിച്ചുവരവും നടത്തി. ഇതോടെ ഏകദിന ലോകകപ്പ് ഉൾപ്പെടെയുള്ള ടീമുകളിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ വർഷം ആദ്യം ഇന്ത്യൻ മണ്ണിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ 86 റൺസ് നേടി മികച്ച ഫോമിൽ നിൽക്കവേ താരത്തിന് മുന്നിൽ വീണ്ടും പരിക്ക് വില്ലനായി എത്തി. ഇതോടെ പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായി. 2024 IPL-ലൂടെ കളത്തിലേക്ക് തിരിച്ചെത്തിയ താരം ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ രാഹുൽ കളിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. രാഹുലിൽ നിന്ന് ടീം ഇന്ത്യ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് നായകൻ രോഹിത് ശർമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. KL രാഹുലിൽ നിന്ന് മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും കരിയറിൽ ഉയർച്ച താഴ്ചയുണ്ടാകും. നിങ്ങളെ സ്വയം മനസ്സിലാക്കുക, നിങ്ങളിൽ നിന്നുള്ള പ്രതീക്ഷകൾ ടീമിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് രോഹിത് പറഞ്ഞു. ബംഗ്ലാദേശിനെതിരെ 2 ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന പരമ്പരയാണ് ഇന്ത്യക്കുള്ളത്. നാളെ ആദ്യ ടെസ്റ്റ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. രണ്ടാം ടെസ്റ്റ് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലും. ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുൻപുള്ള ഒരുക്കം മാത്രമല്ല ബംഗ്ലാദേശിനെതിരായ പരമ്പര എന്നാണ് രോഹിത് ശർമ്മ പറയുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുന്നേറാൻ പരമ്പര സ്വന്തമാക്കേണ്ടത് നിർണായകമാണെന്നും നായകൻ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ ടെസ്റ്റിനുള്ള ടീമിൽ സീനിയർ താരങ്ങളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, പേസർ ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം വീണ്ടും കളത്തിലിറങ്ങും. അതേസമയം ബംഗ്ലാദേശ് ഏറ്റവും മികച്ച ഫോമിലാണെന്നതിന് അവരുടെ സമീപകാല പ്രകടനങ്ങൾ തന്നെ തെളിവാണ്. കഴിഞ്ഞ പാക് പരമ്പരയിൽ ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ ഉൾപ്പെടെ 6-ൽ 4 ബാറ്റർമാരും ഉജ്ജ്വല ഫോമിലായിരുന്നു. സ്പിൻ ബൗളർമാരും വിജയത്തിൽ നിർണായകമായി. ചരിത്രത്തിൽ ആദ്യമായാണ് അവർ പാകിസ്ഥാനിൽ പരമ്പര ജയിക്കുന്നത്. ഇന്ത്യക്കെതിരെയും ചരിത്രം കുറിക്കുമെന്നാണ് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ പരമ്പര ഇന്ത്യക്ക് കിട്ടില്ലെന്ന് പലരും ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ നേരിടാൻ പോകുന്നവരെ ചെറുതായി കാണാൻ രോഹിത് ശർമ്മയും സംഘവും തയ്യാറല്ല. ഇന്ത്യയുടെ പുതിയ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനും ആദ്യ ടെസ്റ്റ് പരമ്പര യഥാർത്ഥ പരീക്ഷണമാണ്. 10 മത്സരങ്ങൾ നടക്കുന്ന നീണ്ട ടെസ്റ്റ് സീസൺ ഉജ്ജ്വല വിജയത്തോടെ തുടങ്ങാൻ ഗംഭീർ ആഗ്രഹിക്കുന്നുണ്ട്. ഗംഭീർ ഒരുക്കി വെച്ച തന്ത്രങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. 2022 ഡിസംബറിൽ സ്വന്തം തട്ടകത്തിൽ നടന്ന 2 മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ ഞെട്ടിച്ചിരുന്നു എന്നതും ഓർമ്മിക്കേണ്ടതാണ്. എന്തായാലും ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുകയാണ്. ആര് ജയിക്കും, ആരുടെ കാലിടറുമെന്ന് കണ്ടറിയാം.